ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് പുതിയൊരു ബോർഡർ ലൈൻ എംബ്രോയ്ഡറി എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. ഇത് ചുരിദാറിൻ്റെയൊക്കെ ബോട്ടം പാർട്ടിൽ ചെയ്യുന്നതാണ്. വളരെ ഈസിയാണ്. ഇതുപോലെ 3 ലൈൻ വരച്ചെടുക്കുക. ഇതുപോലെ 1/2 ഇഞ്ച് അകലത്തിൽ താഴേക്ക് കുത്തിയിറക്കി മേലോട്ട് കുത്തി എടുത്ത് ഇതുപോലെയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്, വളരെ ഈസിയാണ്. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. നീഡിൽ താഴേക്ക് ഇറക്കുക, മേലേക്ക് എടുക്കുക, വീണ്ടും താഴേക്ക് കുത്തിയിറക്കുക, മേലോട്ടെടുക്കുക, വീണ്ടും താഴേക്ക് ഇറക്കുക, മേലോട്ടെടുക്കുക, താഴേക്ക് ഇറക്കുക, മേലോട്ടെടുക്കുക, പിന്നെ താഴേക്ക് കുത്തിയിറക്കുക. ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്. ഒരു വട്ടം കൂടി ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇവിടെ കുത്തി താഴേക്ക് താഴ്ത്തി കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഓറഞ്ച് കളറുള്ള നൂലാണ് എടുക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ കുത്തി മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ഇതുപോലെയാണ് എടുക്കുന്നത്. ഇങ്ങോട്ടെടുക്കുക, അതിനുശേഷം മുകളിൽ താഴേക്കിടുക. അതിനുശേഷം ഇത് മുകളിലേക്ക് നമ്മൾ ഇതിൻ്റെ എൻഡ് പാർട്ടിലെത്തിയ ശേഷം ഇതുപോലെ നൂല് മുകളിലേക്ക് എടുക്കുക. ശേഷം ഇതിലേക്കൂടി താഴേക്കിടുക. ശേഷം വീണ്ടും ഇതുവഴി മുകളിലേക്ക് എടുക്കുക. വീണ്ടും ഇതുവഴി മുകളിലേക്ക് ഇടുക. ഇവിടെ വന്ന് ചെയ്ത് നിർത്തുക. ഇതുപോലെയാണ് കിട്ടിയത്. ഇനി നമ്മളിതിൻ്റെ അരികുവശമാണ് തുന്നാൻ പോകുന്നത്. ഇതുപോലെയാണ് തുന്നേണ്ടത്. ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. മുമ്പിൽ കുത്തുക, പുറകോട്ട് കുത്തി താഴേക്ക് ഇറക്കുക. മുൻവശത്ത് കുത്തി പൊക്കിയെടുക്കുക. താഴത്തെ സ്റ്റിച്ചിൻ്റെ സൈഡിൽ കൂടി താഴേക്ക് കുത്തിയിറക്കുക. ഇതുപോലെ ചെയ്യുക. ബാക്ക് സ്റ്റിച്ച് വളരെ എളുപ്പം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള സ്റ്റിച്ചാണ്. ഇനി നമ്മൾ ഇവിടെ കൊടുത്ത ഈ ലൈനിൽ കൂടി 3ാമത്തെ ലൈനിൽ കൂടി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ നമ്മൾ 2 സൈഡും ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഇതുപോലെ മുത്തുകൾ വെച്ച് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. ഇപ്പോൾ പഠിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്.
ഈ നൂലിന് പകരം മുത്തുകളും സർദോസിയൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര എക്സ്പെൻസീവാണ് സർദോസി. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്ത് പഠിച്ച് ഒരു ഹാൻഡ് എംബ്രോയ്ഡറിയെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുകയാണ് ചെയ്യേണ്ടത്. ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച ശേഷം സർദോസിയും മുത്തൊക്കെ വെച്ച് നമുക്ക് ചെയ്ത് പഠിക്കാം. എപ്പോഴും എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ലൈനുകൾ വരച്ച് മാർക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഞാൻ ലൈൻ വരയ്ക്കാതെ ചെയ്ത ഭാഗമാണ്, ഇത് വളഞ്ഞു പോയി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും എംബ്രോയ്ഡറി ചെയ്ത് പഠിക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക്